ഞങ്ങൾക്ക് ഇന്നൊരു കോഴിക്കറി ഉണ്ടാക്കാം. കോഴിയെല്ലാം കണ്ട വെച്ചിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ചെറുനാരങ്ങ, ചിക്കൻ മസാല ഇട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാം. 3 ഉള്ളി എടുക്കുക, 2 തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തേങ്ങ തന്നെ വിത്ത കുറച്ച് ജാസ്തി തന്നെ വിത്ത. എണ്ണ കാഞ്ഞപ്പാട് നീരിലിട്ടിട്ട് ഇങ്ങനെ വറുക്കണം. കുറച്ച് ചോപ്പ് വരുന്നവരെ വറുക്കണം. കുറച്ച് ഉപ്പിട്ടാൽ നല്ലതാണ്. അപ്പോൾ കുറച്ച് വേഗം കായും. ഉപ്പ് കുറച്ചിട്ടും കോഴിക്ക് കിട്ടിയിട്ടുണ്ട്. കോഴി വറുത്ത കറിയല്ലേ. എന്നിട്ടിങ്ങനെ വറുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ചോക്കുമൊക്കെ മതിയാക്കാം. തീ കുറച്ച് മെല്ലാക്കിയിട്ട് വെച്ചെങ്കിൽ അപ്പോൾ കാഞ്ഞുകൊണ്ടിരിക്കും. കോഴി വറുത്ത കറിയാക്കുമ്പോൾ ചാറ് കറിയൊന്നും വേണ്ട. നീരുള്ളി തോത്തിട്ടാകുമ്പോൾ ടൊമാറ്റോ ഇടാം. പിന്നെ കുത്തിച്ച് വെച്ച് ഇഞ്ചിയും വെള്ളുള്ളി, പിന്നെ കായ്മുളകും ഇട്ടിട്ട് മിക്സാക്കാം. മിക്സാക്കിയിട്ട് പിന്നെ കോഴി പെരക്ക് വെച്ചിട്ട് ഇടിക്കിടാം. ഇഞ്ചി വെള്ളുള്ളിൻ്റെ ഒരു പച്ചമണം പോകുന്നവരെ ഇങ്ങനെ വറുത്തോടെ ഇരിക്കാം. പിന്നെ കോഴിട്ടിട്ട് കുറച്ച് എണ്ണയിലെന്ന് കുറച്ച് വേവിട്ട് നല്ല മസാല പൊടിക്കുന്നവരെ കോഴിട്ടിട്ട് കുറച്ച് മിക്സ് ആക്കിയിട്ട് പൊത്തിയിട്ട് വെക്കാം. ചെറിയ തീയിൽ പൊത്തിയിട്ട് വെച്ചാൽ മതി. ഇതിങ്ങനെ പായ്ക്കുന്നുണ്ട്. ബാക്കിയുള്ള മസാല കൂടി ഇടാം. ഇതിനെ വതക്കി നിന്ന് വറുക്കണം. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തേങ്ങ വറുത്ത് റെഡിയാക്കാം. തേങ്ങ ചേർക്കാം. ബാക്കിയുള്ള അരപ്പും കൂടി വീട്ടാം. നല്ല കാഞ്ഞപ്പാട് എണ്ണ വീട്ടാം. കുറച്ച് മതി, കുറേ വേണ്ട. എണ്ണ കാഞ്ഞപ്പാട് ജീരകം ഇടാം. നീരുള്ളി വേണമെങ്കിൽ ഇടാം. ഞാൻ ഇട്ടിട്ടാ തേങ്ങ ഞാൻ 1 ഇടി തേങ്ങ ഇട്ടീന്. 2 കിലോ ചിക്കനിന് 1 ഇടി തേങ്ങ വറുത്തിട്ട് ഇടാം. ഞങ്ങളെ കോഴി മുളകിൽ പയക്കുന്നുണ്ട്. തേങ്ങ വറുക്കുമ്പോൾ വെള്ളുള്ളി ഇടാം. നല്ല മണം. നല്ല തേങ്ങ വറുത്ത് നല്ല ചുവന്ന കളർ വരുന്നു കുറച്ച്. പിന്നെ വേണമെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ടിടാം. ഇല്ലെങ്കിൽ അങ്ങനെ ഇടാം. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഇടുന്നത്. ഞങ്ങളെ കോഴി വെന്തു, ചിക്കൻ വെന്തു. അപ്പോൾ തേങ്ങ ഇട്ടെങ്കിൽ റെഡിയായി. തേങ്ങ കാഞ്ഞു. പിന്നെ ചിക്കനിലോട്ട് ഇടാം. മിക്സ് ചെയ്തിട്ട് പൊത്തി വെക്കാം. തേങ്ങ വേവിട്ട് തേങ്ങ വന്നപ്പോൾ ഒരു കാമണിക്കർ വേവാൻ വെച്ചിട്ട് മല്ലിച്ചപ്പ്, കൊത്തമല്ലി ചപ്പ് ഇട്ടാൽ ഞങ്ങൾ ചിക്കൻ കറി റെഡി.